ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മളെന്താ മുഖ സൗന്ദര്യവും കാർക്കൂന്തലൊക്കെ വളർത്താനുള്ള ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ ചോദിക്കും, ഞാൻ ചെയ്യുന്നത് കണ്ട് ചോദിച്ചേക്കാം, നിനക്ക് മുടിയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. എൻ്റെ മുടിയുടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുടി കുറവാണ്. അപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ തേച്ച് വളർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. മുടിയില്ലാത്തവരുടെ സങ്കടം മുടിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഞങ്ങൾക്ക് മുടിയുള്ളവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയയും കുശുമ്പും ഒക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോഴതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ കാർക്കൂന്തലൊക്കെ വളർത്താൻ തീരുമാനിച്ചത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മുടിയെ, അതുകൊണ്ട് തന്നെ മുടിയില്ലാത്തത് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയെങ്കിലും മുടി കിളിർത്തേനെ കേട്ടോ. പിന്നെ നമ്മളെ മുടിയൊക്കെ മുറിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓരോന്നൊക്കെ തേക്കുന്നത്. അപ്പോഴാരും പറയല്ലേ, നിനക്ക് ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിനക്ക് മുടിയില്ലല്ലോ, മുടിയുള്ളവരല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ചിലപ്പം ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കുവിന് തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് വലിയ നമുക്ക് അറിവോ വിവരവോ ഒന്നുമില്ല. നമുക്കിങ്ങനെ ബ്യൂട്ടീഷ്യനോ ഒന്നും നമ്മൾ പഠിച്ചതല്ല. നമ്മുടെ കുഞ്ഞു അറിവുകൾ കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, ഞാൻ ഡോക്ടറാണോ എന്ന്. ഡോക്ടറല്ല, കമ്പൗണ്ടറല്ല കേട്ടോ. അതൊന്നും ആയില്ലേലും നമ്മുടെ കുഞ്ഞു ടിപ്പുകളൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമുക്ക് വലുതായിട്ടുള്ള വലിയ കാര്യവിവരവും ഒന്നുമില്ല കേട്ടോ. ഞാൻ അത് നേരത്തെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയും കേട്ടോ. ഞാൻ നാട്ടിൻപുറത്തെ ഒരു വീട്ടമ്മയാണ്. എനിക്ക് വലിയ കാര്യമോ വിവരമോ ഒന്നുമില്ല എൻ്റെ പൊന്നെ കേട്ടോ. അപ്പോഴേ എല്ലാവരും സഹകരിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കണേ. അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോഴും നമുക്കിന്ന് മുഖത്തും ഇന്ന് തലയിലും ഒക്കെ തേച്ച് ഒരു ടിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കാണാൻ പാ. ഇന്ന് നമ്മൾ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ കാർക്കൂന്തലൊന്ന് വളർത്തണം. ഒത്തിരി ദിവസമായി. ഇന്നലെ നമ്മൾ മുട്ടയൊക്കെ തേച്ചു. ഇന്ന് വേറൊരു സംഭവം തേക്കണം. അപ്പോഴേ മുഖത്തും തേക്കാം തലയിലും തേക്കാം. ഇന്നത്തെ സംഭവം കിഡുമായിട്ടുമാണ്. എല്ലാവരും പരീക്ഷിച്ചാണ്. ഇത് ഞാൻ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സംഭവം കേട്ടോ. ഒരു ചേച്ചി, ഞാൻ ആ ചേച്ചിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്തോ രഞ്ജിനി പിള്ളയോ രഞ്ജു പിള്ളയോ എന്തോ ഒരു ചേച്ചിയുണ്ട്, ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചി. പക്ഷേ മുടി ബോബായിരുന്നു. പുള്ളിക്കാരെ ഞാൻ കണ്ടിട്ട് ഒത്തിരി കാലമായി കേട്ടോ. ബോബാണെങ്കിലും ആ മുടിക്ക് നല്ല കട്ടിയുണ്ട്. അപ്പോഴിങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴും ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, ഈ സംഭവമാണ് ആ ചേച്ചി തേക്കുന്നതെന്ന് കേട്ടോ. നല്ല മുടി. എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. അന്ന് കണ്ട ഒരു സംഭവമാണ് ഇന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കത് ചെയ്യാമെന്ന്. എന്തായാലും ആ സംഭവങ്ങൾ രണ്ടും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. രണ്ട് സംഭവങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോഴേ എടുത്തു വെച്ചേക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നും പറയുന്നതിൻ്റെ കൂട്ടമൊന്നുമില്ല, എന്നും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്കിന്ന് കാർക്കൂന്തലിനകത്ത് ഇച്ചിരി പണി ചെയ്യണം. ഇതേ നമ്മുടെ മുഖത്ത് ഇച്ചിരി പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുഖത്ത് നമ്മൾ തേക്കുന്നതും ഒരു സംഭവം തന്നെ, തലയിലും തേക്കുന്നത് ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോഴേ എന്നെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. എൻ്റെ സാധന സാമഗ്രികളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. തലയിൽ ഞാൻ പറയത്തില്ല, ഞാൻ മുട്ടയും എണ്ണയൊക്കെ തേക്കുന്നത് ഈ ഒരു കുപ്പി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊന്നും വീഴത്തില്ല. നമ്മുടെ ആ തലയിൽ തന്നെ ഇരുന്നോളും കേട്ടോ. ഇതിനകത്തൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സംഭവം ഇതാണ് കേട്ടോ. എൻ്റെ കുഞ്ഞ് ഗ്ലാസ്സിനകത്ത് രാവിലെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. തേങ്ങാപ്പാലും
കറ്റാർ വാഴ ജെല്ലുണ്ടല്ലോ, കറ്റാർ വാഴ തേങ്ങാപ്പാൽ ആദ്യം പിഴിഞ്ഞെടുത്തു. ഒരു തേങ്ങയുടെ പാലായത് കേട്ടോ. ഒരു തേങ്ങാപ്പാലും പിന്നെ കറ്റാർ വാഴയുടെ ഒരു ചെറിയ പോള. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കറ്റാർ വാഴ അങ്ങനെ പോള അങ്ങനെയില്ല. എന്നാലും ഞാൻ ഒരെണ്ണം അടിച്ച് മാറ്റി ഞാൻ അതിൻ്റെ ആ ജെല്ലും കൂടെ വെച്ച് വേറെ ഒന്നും ചേർത്തില്ല. തേങ്ങാപ്പാൽ തന്നെ, ഒരു തേങ്ങയുടെ പാൽ നമുക്ക് വെള്ളം ചേർക്കാതെ നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത്രയും കിട്ടി, ഇത്രയൊക്കെ മതിയല്ലോ. ഇത് ദൈവം അങ്ങനെ താഴെ പോയി കേട്ടോ. ജെല്ലാണെന്ന് തോന്നുന്നു മേളിൽ കിടക്കുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ അരച്ചതായിട്ടോ. അരച്ച് ഞാനെന്താ എൻ്റെ കുഞ്ഞ് ഗ്ലാസ്, ഈ ഗ്ലാസ് ഞാനുണ്ടല്ലോ വാങ്ങിച്ചത് എങ്ങനെയാണെന്നറിയോ, ഈ നൊരഞ്ഞ് പതയുന്ന, ഞാൻ പക്ഷേ അത് കുടിച്ചിട്ടില്ല, നൊരഞ്ഞ് പതഞ്ഞ് വരുന്ന ഒരു സോഡ, എന്തോ കുലുക്കി സർബത്തല്ലല്ലോ, ഗുൽജാർ സോഡയോ, ഇങ്ങനെ നൊരഞ്ഞ് ഈ ഗ്ലാസ് ഇടുമ്പം നൊരഞ്ഞ് പതഞ്ഞൊഴുകുന്ന ഒരു സംഭവം ഉള്ള സമയത്ത്, ആ കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ചെയ്യാൻ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ ചെയ്തതേ ഇല്ല കേട്ടോ. ആ ഗ്ലാസ്സിനകത്താണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഒത്തിരി സമയം നിന്നാൽ നിങ്ങൾക്കും ബോറടിക്കും. ഈ പെണ്ണെന്തോ ഇങ്ങനെ കലവില എന്നും പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കത്തില്ലേ. അപ്പോൾ കാർക്കൂന്തലിനകത്ത് നമ്മൾ ഇച്ചിരി രാവിലെ എഴുന്നേൽക്കുമ്പോഴേയൊക്കെ നമ്മുടെ കാർക്കൂന്തൽ വളരാൻ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാർക്കൂന്തൽ വളർത്താനാണ് നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ എണ്ണയാണ് ഇപ്പം തേക്കുന്നത് ഞാനും മൂളും കേട്ടോ. ഒത്തിരി വ്യത്യാസമുണ്ട്, മുടി കൊഴിച്ചിലൊക്കെ ഒത്തിരി ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയാക്കി ഞങ്ങൾ. അപ്പോഴേ കുറച്ചെടുക്കുക. ആദ്യം രാവിലെ ഞാൻ നമ്മുടെ തലയിൽ ഇച്ചിരി ഇങ്ങനെ പുരട്ടി വെച്ചിരുന്നതാണ്. എപ്പോഴും ഇതങ്ങ് പുരട്ടുക. എൻ്റെ ദൈവമേ, എങ്ങനെയും ഈ കാർക്കൂന്തലൊന്ന് കിളിർപ്പിക്കണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. സുപ്പുൻ്റെ കാർക്കൂന്തൽ കണ്ടു ഇതൊന്ന് വളർത്തണമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ കേട്ടോ. അയ്യോ എനിക്കോ, നമ്മൾ മുടി മുറിച്ചതിൽ മുടി കിളർത്തിട്ടുണ്ട് കേട്ടോ. ആ പഴയ ഒരവസ്ഥയായി എനിക്ക്. ആ പഴയ മുടി മുറിച്ചതിൻ്റെ അത്രയായെന്ന് തോന്നി ഇപ്പം കേട്ടോ. വലിയ ഉള്ളില്ല എൻ്റെ മുടിക്ക്. അപ്പോഴത് രാവിലെ ഞാൻ ഇച്ചിരി ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ തേക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ തേക്കുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഇങ്ങോട്ട് ഇളക്കി മറിക്കണം. നമ്മുടെ മുടിയൊക്കെ ഇളക്കി മറിക്കുമ്പോൾ രക്തസഞ്ചാരമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രക്തം സഞ്ചരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടാവും. അതെവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായിരിക്കുന്നതൊക്കെ ബ്ലോക്ക് മാറ്റി എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോവും, ചാടിപ്പോവും എന്നൊക്കെയാണ് പറയുന്നത് ഡോക്ടേഴ്സ്, ചേച്ചിമാർ, ചേട്ടന്മാർ എല്ലാവരും പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ തലേന്ന് കൈയെടുക്കാൻ സമയമില്ല. പലരും വിചാരിക്കും ഇവിടെ തല മൊത്തവും പേനാന്ന്. പൈസ ഇല്ല കയ്യിൽ കേട്ടോ. അല്ല, ഈ പേനുള്ളവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സുപ്രൂൻ്റെ തലയിൽ ഒരു പേൻ പോയിട്ട് ഒരു ഈരിനെ പോലും കാണാനില്ല പിള്ളേരെ. ഇനി എവിടെന്നെങ്കിലും വാടകയ്ക്കാണൊക്കെ പറക്കുകയാണ്. അങ്ങനെയെങ്കിലും 10 പൈസ കയ്യിൽ വരുമായിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തലേ പേനുള്ളവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ. നേരെ അത് സത്യം. എൻ്റെ തല ഒന്നുമില്ല കേട്ടോ. അല്ല, നമ്മളിങ്ങനെ ചൊറിയുമ്പോഴേ ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ തല മൊത്തം പുഴുത്ത് നാറി കിടക്കുവാണെന്ന്. ഒന്നുപോലും ഇല്ല. കൊതിയായിപ്പോൾ വേണേ കാണാൻ. അപ്പോഴും നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ചേ. ആദ്യം നമുക്ക് മുഖത്തിട്ടിട്ട് തലയിൽ തേച്ചാൽ മതിയോ? മതി. ഞാൻ കൈ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. നമ്മൾ തലയിലൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി രാവിലെ നമ്മൾ തേച്ച് കൊടുത്തതാണല്ലോ കേട്ടോ. അപ്പോഴിതാ നമ്മൾ വന്നു. ഇനി നമുക്ക് ആദ്യം മുഖത്തിട്ടിട്ട് മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് പേടിയുണ്ടല്ലോ എൻ്റെ കുപ്പിക്കകത്തോട്ട് നമ്മൾ ഒഴിക്കുമ്പോഴേ നമ്മുടെ തറ വീഴുമെന്ന ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതില്ലെങ്കിൽ ഭാഗ്യം. വീഴത്തില്ല കേട്ടോ, വീഴത്തില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഈച്ച വന്ന് എൻ്റെ പുറകെ വന്ന് ഈച്ച കേട്ടോ. കുറച്ച് നമുക്കെടുത്ത് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാം. ഈച്ച, നിനക്ക് തിന്നാനുള്ള സാധനങ്ങളൊന്നും അല്ല ഈച്ച. ഇത് നമുക്കൊരു കട്ടി പരുവത്തിന് ഇത് കിട്ടിയത് കേട്ടോ. ഇത് അരച്ചപ്പോഴേ ഈ ജെല്ലും നമ്മുടെ
ഈ നമ്മുടെ ഈ ജെല്ലും നമ്മുടെ തേങ്ങാപ്പാലും കൂടെ അരച്ചപ്പം ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. ഇത് ഉണ്ടോ ഈ ദോശമാവിൻ്റെ ഒരു മണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നു. ഞാൻ ഇച്ചിരി നേരം എന്നാൽ നല്ല തണുപ്പ് വരട്ടെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നു. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നപ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് കട്ടിയാകുമ്പം പിന്നെ എനിക്ക് ആ കുപ്പിക്കകത്ത് ഒഴിച്ച് തലയെ തേക്കാനൊക്കത്തില്ലല്ലോ. പിന്നെ വീണ്ടും എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ ആയിരുന്നു. പക്ഷേ ആ തണുപ്പുണ്ടെങ്കിൽ നല്ലത്, നമുക്ക് മുഖത്ത് മാത്രമാണെങ്കിൽ നല്ലത് കേട്ടോ. ഇതിൽ അരിമാവിൻ്റെ കൂട്ട് തന്നെ കേട്ടോ. ബാക്കി നമുക്ക് തന്നെ പുരട്ടാം കേട്ടോ. ആ അരിമാവിൻ്റെ അതുമാതിരി മണം. നമ്മൾ പിന്നെ പെണ്ണുങ്ങൾ പിന്നെ മണം പിടിക്കാൻ പിന്നെ ഭയങ്കര വിരുതികളാണല്ലോ അല്ലേ. എനിക്ക് ചിരി വല്ല ചിക്കനോ മട്ടനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ചിക്കനൊക്കെ പൊരിക്കുമ്പോഴേ എവിടെയോ മണക്കുന്നു. നമുക്ക് നല്ല ഇതാട്ടോ, നമുക്ക് നല്ല എല്ലാവർക്കും അതിനൊക്കെ നല്ല കഴിവുകളാണ് അല്ലേ. എൻ്റെ അത് കറ്റാർവാഴ അങ്ങോട്ട് ശരിയാവുന്നതേ ഇല്ല കേട്ടോ. ഇത് അരിമാവിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്നു. ഇത്ര കട്ടിയാവുമോ തേങ്ങാപ്പാൽ? എനിക്കറിയത്തില്ല. ആ ചേച്ചിയെ കണ്ടിട്ട് ഒത്തിരി കാലമായി കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞു ജിമുക്കെ എടുത്തിട്ട് പിള്ളേരെ ഒത്തിരി ദിവസമായി എടുത്തിട്ടിട്ട്. മറ്റേ കമ്മലൊക്കെ ഇല്ലായിരുന്നു എപ്പോഴും എടുത്തിരുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു അത്ര ഉള്ളത്തില്ലല്ലോ എൻ്റെ കുഞ്ഞു ജിമുക്കെ എടുത്തിട്ടാൽ എന്താണെന്ന്. അവരും ഇരുന്ന് ശപിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു ജിമുക്കയൊക്കെ എടുത്തിട്ടു. പെൺപിള്ളേരെല്ലാം അടിച്ചുകളാ, ചെയ്യാൻ വയ്യ, സമയമില്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമുക്കിതിനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. കഷ്ടമുണ്ട്. നമ്മളുടെ കാര്യം നമ്മൾ നോക്കാതെ വെളിയിൽ നിന്ന് ആരും ഒന്നും നോക്കത്തില്ല കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം ഇതൊക്കെ. അപ്പോഴത്തെ ഇത് ബാക്കി നമുക്ക് തലയിൽ പുരട്ടണം കേട്ടോ. നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞു. ബാക്കി നമുക്ക് തലയിൽ പുരട്ടായി. കാക്കേ ഇതിനകത്ത് തേങ്ങാപ്പാലിലൊക്കെ എന്തോ ഉണ്ടെന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ. തേങ്ങാപ്പാൽ പക്ഷെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതിനകത്ത് സംഭവം ഒന്നും എനിക്കറിയാൻ വയ്യ. നിങ്ങൾ എന്നോട് ചോദിക്കരുത്. തേങ്ങാപ്പാൽ നല്ലതാണെന്ന് പറയുന്ന കേൾക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് കുറേശ്ശെ ഇങ്ങനെ ഇതാണെങ്കിൽ നമുക്കിത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ മുക്കി എടുക്കുന്നത് ഈ ഭേദം. ഇങ്ങനൊരു കുപ്പി ഉണ്ടെങ്കിൽ ഇതെൻ്റെ മെഷീനകത്തിരുന്ന് എണ്ണ ഒഴിക്കുന്ന കുപ്പി കേട്ടോ. വേറൊരു കുപ്പിയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പ് പണിക്കൊക്കെ നമ്മൾ എടുത്തേക്കും. ഇത് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചുകൂടാ, നമുക്ക് എളുപ്പമായി. കറ്റാർവാഴയുടെ ഒരു ഇച്ചിരി തരി എന്തോ കിടന്നു കേട്ടോ. ഇച്ചിരിയും കൂടെ ഉള്ളൂ. അതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ. അത് നമുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കും കേട്ടോ.
മുടിയിലോട്ട് പറ്റി കൊടുക്കും. ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. സംസാരിക്കാത്ത ഇത് തേച്ചത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്ത കേട്ടോ. നമ്മളത് തേച്ചിട്ട് ഒരു 10-20 മിനിറ്റേ നമുക്ക് നമ്മുടെ മുഖം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് നമുക്ക് കഴിയും. പിന്നെ കുളിക്കുകയും ചെയ്യണമല്ലോ, തലയും കഴുകി കുളിക്കണ്ടേ കേട്ടോ. മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ, മുടി കൊഴിച്ചിലുണ്ട്. ഇപ്പം തന്നെ അത് ഇതായി കേട്ടോ. നമ്മുടെ ഈ തേങ്ങാപ്പാലും കറ്റാർവാഴയുടെ ജെല്ലും പെട്ടെന്ന് മുറുക്കും കേട്ടോ. നമ്മുടെ മുഖം പിടിച്ച് മുറുക്കും പെട്ടെന്ന് തന്നെ. അതങ്ങ് എന്താ ഉണങ്ങി കേട്ടോ. തലയിൽ ഇച്ചിരി കഴിഞ്ഞാലും നമുക്ക് എന്തുവാ കഴുകിക്കളഞ്ഞാൽ മതി. അത് എത്ര നേരം വേണേലും നമുക്ക് വെച്ചേക്കാം കേട്ടോ. തല എനിക്ക് ഉണങ്ങിയില്ല, പക്ഷേ ഈ നമ്മുടെ മുഖത്തെ ഈ കായ്ക്കുണ്ടല്ലോ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് ആയില്ല, 15 മിനിറ്റ് ആയി കേട്ടോ. നമുക്കൊന്ന് കയ്യിലിച്ച് വെള്ളം തൂത്തിട്ട് കേട്ടോ. വെള്ളം തൂത്തിട്ട് അല്ലെങ്കിലേ നമുക്ക് ഇങ്ങനെ ഒക്കത്തില്ല കേട്ടോ, ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കറ്റാർവാഴയുടെ ഗുണവും എല്ലാവർക്കും അറിയാം, തേങ്ങാപ്പാലിൻ്റെ ഗുണവും എനിക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഈ പെണ്ണിന് ഒരു വകയെ അറിയത്തില്ല വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ പ്ലീസ്. പക്ഷെ സംഭവം അടിപൊളിയാണെന്നറിയാം. തേങ്ങാപ്പാൽ അടിപൊളിയാണ്, മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണെന്നറിയാം. പക്ഷെ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു ഒന്നും എനിക്കറിയാം കേട്ടോ. പറഞ്ഞു തരണേ. സത്യം സത്യം പോലെ ഈ സുപ്പ് പറയത്തുള്ളൂ. അതിനകത്ത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളിലെ ദോശമാവ് തേച്ചില്ലേ, അതുപോലൊരവസ്ഥ. ദോശമാവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ദോശമാവിൻ്റെ ആ ഒരു മാവ് തേച്ചപ്പോൾ ആ ഒരു മണമൊക്കെ വന്നില്ലേ, അതുപോലൊരു മണവും വരുന്നു. ആരൊക്കെയോ തേങ്ങ അടത്തി കൂട്ടുന്നത് കണ്ടു. എൻ്റെ ദൈവമേ, ഈ സുപ്പിനും കൂടെ 10 തേങ്ങ തായോ. ഇതൊക്കെ എൻ്റെ അണ്ണൻ കണ്ടു കഴിഞ്ഞ് കേട്ടോ തന്നെത്താൻ ഇടിച്ച് മരിക്കും. ഈ കൊണ്ടുവരുന്ന തേങ്ങയൊക്കെ അല്ലെങ്കിൽ തന്നെ തേങ്ങയില്ലേ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മോളെ നീ എന്തുവാടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ ഒന്നും വെക്കുന്നോ ഇല്ല, വിളമ്പൊന്നോ ഇല്ല, പിന്നെ തേങ്ങയൊക്കെ എവിടെ പോകും ചോദിക്കും അങ്ങനെ കേട്ടോ. നമ്മുടെ മസാജ് നമ്മുടെ അടുക്കള വശത്ത് നിന്നാൽ അതാണ് സംഭവം. അവിടെ തുറക്കുന്നു ഇവിടെ തുറക്കുന്നു, അതുകൊണ്ടാണ്. അവിടെ ആകുമ്പോൾ ആരുടെയും ശല്യമില്ല, പിന്നെ റോഡേക്കടെ ആൾക്കാർ പോകുന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സംഭവം മാത്രമേ ഉള്ളൂ.
ഇല്ല സോപ്പ് മാതിരി വരുന്നു കേട്ടോ. മതിയല്ലേ? നമുക്കിനി തുടയ്ക്കാം കേട്ടോ. തുടച്ച് കൊടുക്കാം. നമ്മുടെ മുഖത്തിനും വേദനിക്കരുത്, നമ്മുടെ കർച്ചീഫിനും വേദനിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ തുടയ്ക്കണം കേട്ടോ. അങ്ങനെ തുടയ്ക്കണം. എവിടെയോ ഒരു മുടി തടയുന്നുണ്ട് എൻ്റെ കയ്യിൽ. കണ്ണും കാണാൻ വയ്യ, എന്ത് ചെയ്യാം? എനിക്ക് കാണാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പോഴും ഞാനൊന്ന് കുത്തിയതാട്ടോ. അപ്പോൾ ഇത്തിരി നേരം നമുക്ക് മുടി ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് കഴിയൊന്നും വേണ്ട. ഒരു മണിക്കൂറൊക്കെ നമുക്ക് വെച്ചേക്കാം കേട്ടോ. ഇപ്പോഴേ കഴിയണ്ട. എന്തായാലും നമ്മൾ വെച്ചതല്ലേ, നമ്മൾ പാക്കിയിട്ടതല്ലേ, ഇത്തിരി കഴിഞ്ഞിട്ട് മതി. ഇത് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുഖമെല്ലാം നന്നായിട്ട് തുടച്ചു കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. 2 സംഭവങ്ങൾ എല്ലാവരും വീട്ടിൽ എടുക്കാൻ കാണും. ഇച്ചിരി അടിച്ച് മാറ്റി നമ്മൾ അപ്പത്തിന് തേങ്ങാപ്പാലൊക്കെ പിഴിയത്തില്ലേ, അപ്പോൾ ഇച്ചിരി അടിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്കിതൊക്കെ ഈ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കാം. അപ്പത്തിന് നമ്മൾ കറി ഉണ്ടാക്കത്തില്ലേ, ചിലർ അപ്പത്തിന് തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളൊക്കെ അപ്പത്തിന് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തേങ്ങ അരച്ച് ചേർക്കും. ചിലർ പാല് മാത്രം പിഴിഞ്ഞൊഴിക്കും കേട്ടോ. പക്ഷെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മുഖം ഇനി ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ് കുളിക്കത്തുള്ളൂ. എന്തായാലും നമ്മൾ മുടി വളർത്താൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴും പായ്ക്കൊക്കെ പുരട്ടി ഓടിച്ചാടി പോയി കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പായ്ക്കൊന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പോഴും മുഖത്തെ ഇതൊക്കെ കണ്ടല്ലോ, നമ്മുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അറിയുന്നവരുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇനിയിപ്പോൾ എന്താ മുടി കഴിയുന്ന ഒരു പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.